ഏറ്റവും കുറവ് മരണം നടന്ന സ്ഥലം ഇത്, ഏറ്റവും കുറവ് അസുഖം വന്ന സ്ഥലം ഇത്. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ആദ്യത്തെ ആഴ്ച അസംബ്ലി തുടങ്ങി ഡോക്ടർ എം കെ മുനീറാണ് കൊണ്ടുവന്നു. നിങ്ങൾ കോവിഡ് മൂലം മരിച്ചവരുടെ 25,000 പേരുകൾ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അറിയാമോ? ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കും. മരിച്ചവരുടെ മന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് വെട്ടിച്ചിരിക്കും. പുറത്തു കാണിക്കില്ല, ഇലക്ഷനാണ്. മറുപടി പറയാൻ ബാക്കിയില്ലാതെ നിന്നു. ഇപ്പോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അന്ന് ഒളിപ്പിച്ചു വെച്ച 28,000 പേരുടെ പേര് പുറത്തു വന്നു. മരിച്ചവരുടെ PR ഏജൻസികളെ കൊണ്ടുവന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി കോവിഡ് കൈകാര്യം ചെയ്ത സർക്കാർ പിണറായി സർക്കാരാണെന്ന് പച്ചക്കള്ളം പറഞ്ഞു. ഇപ്പോഴത്തെ കണക്കറിയാമോ? നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്ക് സഖാക്കള്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായ 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. 1ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. കേരളത്തിന്റെ പോപ്പുലേഷൻ 3,30,00,000. മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ നമ്മുടെ 3 ഇരട്ടി 9,60,00,000. അപ്പൊ ആരാ 1ാം സ്ഥാനത്ത്? കേരളം. എന്നിട്ട് പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് അവാർഡ് മേടിക്കലായിരുന്നു ശൈല ടീച്ചർക്കും പിണറായി വിജയനും അന്നത്തെ പരിപാടി. കഴിഞ്ഞ അസംബ്ലി മുമ്പ് നമ്മളൊരു ആരോപണം കൊണ്ടുവന്നു. എന്താ ആരോപണം എന്നറിയോ? കേട്ടോളം. കോവിഡ് കാലത്ത് ഒരകത്തുമ്പോ ആരോപണം കേട്ടിട്ടില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ PP കിറ്റ് വാങ്ങിച്ചു. ഞാൻ നോക്കിയപ്പോ അപ്പൊ പറഞ്ഞ് 450 രൂപയ്ക്ക് 550 രൂപയ്ക്ക് കിട്ടുന്ന PP കിറ്റ് 1,550 രൂപയ്ക്ക് മേടിച്ചു. നമ്മൾ ആരോപണം ഉന്നയിച്ചു. CRDG റിപ്പോർട്ടിൽ അത് വന്നു. അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എനിക്ക് മറുപടി പറഞ്ഞു. അത് കോവിഡ് കാലത്ത് എല്ലാം കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കിട്ടില്ല എന്ന് വിചാരിച്ച് കളക്ട് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു രേഖ കാണിച്ചു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 4:55 ഒരു കമ്പനി ബോംബെയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ 550 രൂപയ്ക്ക് 25,000 PP കിറ്റ് തരാം. 25,000. അപ്പൊ അതിന്റെ അടിയിൽ 5:30 ഒരാൾ ഉദ്യോഗസ്ഥൻ എഴുതി വെച്ചിരിക്കുന്നു. ആ കമ്പനിയുമായി ചർച്ച ചെയ്തു. വില കുറയ്ക്കാൻ അവർ തയ്യാറായില്ല. 550 രൂപയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട 25,000 PP കിറ്റ് കട്ട് ചെയ്ത് 10,000 കൊടുക്കുന്നു. നല്ല കാര്യം അല്ലേ? 550 രൂപ കുറയ്ക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് 25,000 കിറ്റ് ഓർഡർ കട്ട് ചെയ്ത് 10,000 കൊടുക്കുന്നു. ഞാൻ അടുത്ത വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണിച്ചു. 6:55 2 മണിക്കൂർ അടക്കം 1,550 രൂപയ്ക്ക് 15,000 കിറ്റ് വേറെ കമ്പനിയിൽ ഓർഡർ ചെയ്തു. അതായത് കേട്ടുള്ള 25,000